അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷം ഒരു കുഴപ്പമില്ലാതിരിക്കുന്ന ഒരു നാരങ്ങാച്ചാർ ഉണ്ടാക്കാം. നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. നല്ലെണ്ണ നല്ലോണം ചൂടായപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും ഇട്ടു. നമ്മൾ 1 കിലോ നല്ലെണ്ണ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. 7 കിലോ നാരങ്ങാച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് 1 വർഷം കേടുകൂടാതിരിക്കും. വെളുത്തുള്ളി കുറച്ച് മാത്രമേ ഇടുകയുള്ളൂ. ഒരു 200 ഗ്രാമോളം മാത്രമാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. നമ്മൾ ഏതച്ചാറിനായാലും ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വെളുത്തുള്ളി കുറച്ച് മാത്രമേ ഇടാവൂ കേട്ടോ. എന്നാൽ മാത്രമേ അത് ഇരിക്കുകയുള്ളൂ. പറയുമ്പോൾ പലർക്ക് വീട്ടാവശ്യത്തിനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തതാണേ. ഇതൊക്കെ നമുക്ക് അച്ചാർ ഇരിക്കുന്നതിന് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. ഉലുവയൊക്കെ കൂടുതലിട്ടാലേ അത് കുറേ നാളിരിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാക്കും. ഉപ്പിട്ട് വെച്ചിരിക്കുന്ന നാരങ്ങയാണ്. നാരങ്ങ നന്നായി വേവിച്ച് ഉപ്പിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ പിന്നെ ഇതിൽ തട്ടുന്നതിൽ യാതൊരുവിധ പ്രശ്നമില്ലല്ലോ. തട്ടിക്കൊടുത്തു, നന്നായി ഇളക്കി എണ്ണയിൽ കിടത്ത് നന്നായിട്ട് മൂപ്പിച്ച് എന്ന് നമ്മൾ പറയും. കുറച്ച് ഉപ്പ് പൊടിയും കൂടെ പരലുപ്പാണ് വറുത്ത് പൊടിച്ച് ഇട്ട് കൊടുത്തു. ഇതുപോലെ നിങ്ങൾ നാരങ്ങാച്ചാർ ഉണ്ടാക്കി നോക്കൂ. ഇതുപോലെ 1 വർഷം വേണമെങ്കിൽ ഇരിക്കും. ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഒഴിവാക്കാം. ഇനി അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. കായപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് നൈമിത്രയുടെ സ്വന്തം കായപ്പൊടി, നമ്മൾ സ്ഥിരമായി വാങ്ങുന്ന കായപ്പൊടിയാണ്. നൈമിത്രയ്ക്ക് സ്ഥിരമായി ഈ കായപ്പൊടിയാണ് വാങ്ങുന്നത്. ഇത് അവർ ഉണ്ടാക്കുന്നതാണ്. കല്ലമ്പലത്തിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത് കേട്ടോ. നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ കാശ്മീരി പൊടിയും മുളക് ചതച്ചതും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തു. നൈമിത്രയുടെ മാജിക് മസാല എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയാണ് കേട്ടോ. ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട. ഇതിൽ ഈ നാരങ്ങയിൽ നിന്ന് വന്ന വെള്ളവും ആ എണ്ണയും ഒക്കെ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് 1 വർഷം ഫ്രിഡ്ജിലൊന്നും വയ്ക്കാതെ 1 വർഷം വേണമെങ്കിലും ഈ നാരങ്ങാച്ചാർ ഇരുന്നോളും. യാതൊരുവിധ കേടുപാടുകളും ഉണ്ടാവില്ല കേട്ടോ. ഇത് നമുക്കിപ്പോൾ ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെക്കേണ്ട, പൂത്തു പോകത്തില്ല, അങ്ങനെയൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഇതിനുണ്ടാവില്ല. പക്ഷേ പച്ച ഈർപ്പം എങ്ങും ഉണ്ടായിരിക്കരുത്, പാത്രത്തിലോ എങ്ങും ഉണ്ടായിരിക്കരുത്. പാത്രമൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കിയത് തന്നെ ആയിരിക്കണം. എന്ത് തന്നെ ആയാലും നമ്മൾ നാരങ്ങ അരിയുന്ന പിച്ചാത്തി പോലും നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണം. കുറച്ച് അത്ര വിനാഗിരി ഒഴിച്ചു കൊടുത്തു. ഒരു 2 ഗ്ലാസ്സോളമാണ് ഒഴിച്ചു കൊടുത്തത്. 7 കിലോ നാരങ്ങ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒഴിച്ചത്. വിനാഗിരിയൊക്കെ നമ്മൾ കുറഞ്ഞ അളവിലാണ് ചേർക്കുന്നത് കേട്ടോ. ഇനി വിനാഗിരിയൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് ചേർക്കാം. ഞാനൊരു 7 കിലോയുടെ കണക്ക് പറഞ്ഞല്ലോ. അപ്പോൾ അതാണ്, അങ്ങനെയാണ് മുളക് പൊടിയും ഒക്കെ എടുത്തിട്ടുള്ളത്. നമ്മൾ കാശ്മീരി പൊടിയും മുളക് പൊടിയും വറ്റൽമുളക് ചതച്ചതും കൂടി എല്ലാം കൂടി ഒരു 200 ഗ്രാമിൽ കൂടുതൽ എടുക്കും. അത്രയാണ് ഇത് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി അച്ചാറിനെ റെഡിയാക്കി. ഇനി ഇതിൽ വേറെ ഒരു പണിയില്ല. തണുക്കുമ്പോൾ കുപ്പിയിലാക്കി വെച്ചോളൂ. ഇത് കുറേ നാളിരിക്കും. നമുക്ക് പനിയുടെ കാലമാണ്. പനി പിടിച്ച് കിടക്കുമ്പോൾ നാരങ്ങാച്ചാറാണ് നമുക്ക് ഏറ്റവും നല്ലത്, ഇഷ്ടവും. നമ്മുടെ നൈമിത്രയുടെ നാരങ്ങാച്ചാറാണ്. പഞ്ചസാരയാണ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. ഇത് നാടൻ നാരങ്ങാച്ചാറാണ്. ഇതേപോലെ ഇതുണ്ടാക്കി നോക്കൂ. നൈമിത്രയുടെ നാരങ്ങാച്ചാർ വാങ്ങിക്കണമെന്നുള്ളവർ ഇത് നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ കോരി 3-4 ദിവസം വെച്ചിരുന്നിട്ടാണ് പാക്ക് ചെയ്യുന്നത്. വാങ്ങിക്കണമെന്നുള്ളവർക്ക് ഈ നമ്പർ ഞാൻ കൊടുത്തേക്കാം. നമ്പറിൽ വിളിച്ചാൽ മതി. നമ്മൾ ഇന്ത്യയിൽ എല്ലായിടത്തേക്കും അയച്ചു കൊടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇതേമാതിരി ഉണ്ടാക്കി നോക്കൂ. നല്ല സൂപ്പർ അച്ചാറാണ്. തീർന്നിട്ടില്ല. നമ്മളൊരു സ്പെഷ്യൽ കൂടെ ഉണ്ടാക്കുകയാണ്, കക്കയിറച്ചി തോരൻ. അപ്പോൾ കക്കയിറച്ചി തോരൻ, വീട്ടിൽ കക്കയിറച്ചി തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും കൂടെ കാണിക്കാം. ചട്ടി എടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു, കടുകിട്ടു. കടുക് നന്നായി പൊട്ടി വരട്ടെ. അപ്പോഴത്തേക്കും പെരുംജീരകം 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. നന്നായി പൊട്ടി വരട്ടെ. അപ്പോഴത്തേക്കും വറ്റൽമുളക് ഇട്ടു. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ, നമ്മൾ കണവത്തോരൻ വയ്ക്കുന്ന പോലെ തന്നെ കക്കയിറച്ചി തോരനും വയ്ക്കുന്നത്. നമ്മുടെ കൊച്ചു കക്കയിറച്ചിയാണ് കേട്ടോ. കൊച്ചു കക്കയിറച്ചി ഉണ്ടല്ലോ, അതാണ് നമ്മളെ കക്കയിറച്ചി. ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ തിരുവനന്തപുരത്തുകാർ ഇങ്ങനെയാണ് വയ്ക്കുന്നത്. പലരും, എല്ലാവരെയും കാര്യമല്ല പറയുന്നത് കേട്ടോ, പലരുടെയും രുചി ഇതാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രുചിയും വ്യത്യാസവും ഉണ്ട് കേട്ടോ. വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തത്. എൻ്റെ വീട്ടിലെ രുചി ആയിരിക്കില്ല ഒരിക്കലും അപ്പുറത്തെ വീട്ടിലെ രുചിയെന്ന് ഞാൻ എപ്പോഴും പറയില്ലേ. അപ്പോൾ പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയും സവാളയും കൂടി ഇട്ട് കൊടുത്തു. നമ്മൾ ഒരു 10-30 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിൽ 1 സവാളയും ചേർത്ത് ഇങ്ങനെ ഇട്ട് ഇളക്കിയാണ്. നമ്മൾ കക്കയിറച്ചി നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തു. നന്നായി ഇളക്കി അത് മൂപ്പിച്ച് നന്നായിട്ട് മൂത്ത് വരണം. നല്ല ടേസ്റ്റുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പച്ചമുളക് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വരികയാണ്.
അപ്പോൾ നിങ്ങളിതുപോലെ കക്കയിറച്ചി കിട്ടുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കണം. കറിവേപ്പില ഇട്ട് കൊടുത്തു, കറിവേപ്പിലയും ഇട്ട് നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് നല്ല ചൂടോടെ ചോറിനോടൊപ്പം കഴിക്കാൻ മറ്റ് കറികളൊന്നും വേണ്ട. ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അത് കക്കയിറച്ചി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കക്കയിറച്ചി നന്നായി വൃത്തിയാക്കി വെച്ചു. അപ്പോഴത്തേക്കാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. നല്ല മഴയുള്ള ദിവസമായിരുന്നു. വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. മഴ കാരണം ഈ പ്രകാശം വെളിയിൽ നിന്ന് അടിക്കുന്നതാണ്. ലൈറ്റും കൂടെ ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ നിഴലിങ്ങനെ വന്ന് അടിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. നീ നന്നായിട്ട് അടച്ച് വെച്ച് നമുക്കിതിനെ വേവിക്കാം. കുറേ നേരം വേവിക്കാം. അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വയ്ക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അത് നന്നായിട്ട് വേവും. പിന്നെ നമ്മൾ ഇതിലേക്ക് തേങ്ങയും മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇവിടെയൊക്കെ ചേർത്ത് വെളുത്തുള്ളിയും ഒക്കെ കൂടെ ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് ഇതിൽ തന്നെ വെള്ളം ഊറി വരും. പക്ഷേ അവൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചേച്ചി. ഇത് അരച്ചതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഈ ഒരു സംഭവം മാത്രം മതി ചോറ് കഴിക്കാൻ. പൊളി മാസാണ്. അപ്പോൾ ഇതേപോലൊരു കക്കയിറച്ചി തോരനും ഒരു നാരങ്ങ അച്ചാറും ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളും അഭിപ്രായം പറയണം. നാരങ്ങ അച്ചാർ പൊളിയാണ്. ഈ നാരങ്ങ അച്ചാർ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ വെച്ചേക്കാനായിട്ട് ഉണ്ടാക്കിക്കോളൂ. നാരങ്ങ ഒരു 5 ദിവസം മുന്നേ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചാൽ മതി. ഞാൻ ആദ്യം മുതലേ കാണിക്കാതിരുന്നത് അച്ചാറുകൾ ഇടുന്നത് പല വിധത്തിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അച്ചാർ ആദ്യം തൊട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെയാണെന്ന് അറിയാം. ഉപ്പുവെള്ളമൊക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കക്കയിറച്ചി തോരൻ. നമ്മൾ കക്കയിറച്ചി എന്ന് പറയും. അപ്പോൾ ഇതിൽ ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ഇതേ പൊള്ളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ദിവസമായി അങ്ങനെയുള്ള വീഡിയോകളൊന്നും ഇടുന്നുണ്ടായിരുന്നില്ല. ഇന്ന് തൊട്ട് നമ്മൾ ഇട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഇന്നലെയായിരുന്നു എൻ്റെ അച്ചാച്ചിയുടെ സഞ്ചയനം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് മുതൽ ഇട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ചോറ് കഴിക്കാനായിട്ട് ഇരുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൊച്ചു വർത്തമാനം പറഞ്ഞതാണ് ഞാൻ ഇതിൻ്റെ കൂടി ചേർത്തിരിക്കുന്നത് കേട്ടോ. ഈ കക്കയിറച്ചി തോരനെ എടുത്ത് ഫ്രണ്ട് വെച്ചിട്ട് നല്ലൊരു മണമായിരുന്നു. അപ്പോൾ ആ മണത്തിൽ നമ്മളിങ്ങനെ ഇരുന്ന് തള്ളുന്നതൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്പർ കൊടുത്തേക്കാം. ഇന്ത്യയിൽ എല്ലായിടത്തേക്കും കൊറിയറായിട്ടും പോസ്റ്റായിട്ടും നൈമിത്രയുടെ എല്ലാ പ്രോഡക്റ്റും അയച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന സ്നേഹമുള്ള എല്ലാവരോടും ഒരുപാട് സ്നേഹം, ഒത്തിരി ഇഷ്ടം. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നൈമിത്രയെ വളർത്തുന്നത്, പിടിച്ചു നിർത്തുന്നത്, ഞങ്ങൾക്ക് ജീവിക്കാൻ പ്രചോദനമാകുന്നത്. ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്. അതിനെയെല്ലാം അതിജീവിക്കാൻ പറ്റുന്നത്. ഞാൻ എൻ്റെ ചുറ്റുപാത്രം എന്ന് പറയുന്ന ഒരു വീഡിയോ ഇടുമ്പോൾ അതിലെനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണ്. ഒരുപാട് വിഷമങ്ങളിൽ നിൽക്കുമ്പോൾ ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോയ്ക്ക് വരുന്ന കമൻറ്റുകളെ ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരാളോട് നമ്മൾ നല്ലതിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ അത് വേറൊരു അർത്ഥത്തിലാണ് എടുക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമാവും. അവരുടെ മനസ്സിൽ അങ്ങനെ ആയിരുന്നില്ല, അവർ ചിന്തിച്ച് കൂട്ടിയിരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും മനസ്സിന് വിഷമം ഉണ്ടാക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഇതാണ്. നമ്മളുടെ അച്ചാറുകൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പാചകം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നത്, അത് നൈമിത്രയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ കൂടി നിങ്ങളോട് സംസാരിക്കുന്നത്, അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. എനിക്ക് യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പോൾ ചോറ് വിളമ്പി കഴിക്കാമെന്ന് വിചാരിച്ചു. കുറേ നേരം നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ചോറ് ഇങ്ങനെ വിളമ്പാം. ഈ ചോറിലോട്ടുണ്ടല്ലോ ഈ കക്കയിറച്ചി തോരൻ എടുത്ത് വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അത് മാത്രം മതി ചോറ് കഴിക്കാൻ. ഇങ്ങനെ ഇളക്കി ചോറിൻ്റെ കൂടെ ഇട്ട് ഇളക്കി നമുക്കിങ്ങനെ വാരി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ വേറെ ഒരു കറിയും വേണ്ട. നമ്മൾ പക്ഷേ അവിയലും വയ്ക്കും. നമ്മുടെ വെജ് കാര്യത്തിൽ അവിയൽ വേണമല്ലോ. അപ്പോൾ നമ്മൾ അവിയൽ വെച്ചതാണ്. അപ്പോൾ അത് ഇങ്ങനെ ഇളക്കി കഴിക്കണം. നല്ല ചൂട് ചോറാണ്. കുരുമുളകിൻ്റെയും എല്ലാം ടേസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ചൂരക്കറിയായിരുന്നു നമ്മളുണ്ടാക്കിയത്. അപ്പോൾ ചൂരക്കറിയും കൂടെയാണ് കഴിക്കുന്നത്. വേറെ അച്ചാറുകളൊന്നും എടുക്കുന്നില്ല. ഇന്ന് അച്ചാറുകളൊന്നും വേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഒരുപാട് സ്നേഹത്തോടെ നീജ.